നമസ്കാരം. സ്വന്തം മകളുടെ കോടികളുടെ കള്ളപ്പണ ഇടപാട് അന്വേഷിക്കാൻ കോടതി ഉത്തരവോടെ എത്തിയ കേന്ദ്ര അന്വേഷണ ഏജൻസിയായ ഇഡി ഉദ്യോഗസ്ഥരെ വഴിയിൽ തടഞ്ഞു നിർത്തി കായികമായി ആക്രമിക്കുക. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേവരെ കേട്ടുകേൾവിയില്ലാത്ത തരത്തിലുള്ള ഗുണ്ടാവിളയാട്ടമായിരുന്നു കഴിഞ്ഞ മെയ് 27-ന് തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വസതിക്ക് മുന്നിൽ CPM പ്രവർത്തകർ കാട്ടിക്കൂട്ടിയത്. ഈ ആക്രമണക്കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഇപ്പോൾ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് ഔദ്യോഗികമായി തള്ളിയിരിക്കുകയാണ്. എന്നാൽ ഈ വിധി വന്നു കഴിഞ്ഞപ്പോൾ ഇത് ഇഡിക്ക് കിട്ടിയ തിരിച്ചടിയാണെന്ന് പറഞ്ഞ് ആഘോഷങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഇത് ഇഡിക്ക് തിരിച്ചടിയല്ല, മറിച്ച് വലിയൊരു നേട്ടമാണ് കൊടുത്തിരിക്കുന്നത്. കാരണം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അതീവ ഗൗരവത്തോടെയാണ് ഈ ഒരു വിഷയത്തെ തുടക്കം മുതൽ കൈകാര്യം ചെയ്യുന്നത്. ഇഡി ഉദ്യോഗസ്ഥർക്ക് നീതി ലഭിക്കണമെന്നും നിയമം നടപ്പാക്കാൻ വന്ന ഉദ്യോഗസ്ഥരെ തല്ലിച്ചതച്ച CPM ഗുണ്ടകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും ഒരൊറ്റ നീക്കത്തിൽ പ്രഖ്യാപിച്ചുകൊണ്ട് ആഭ്യന്തരമന്ത്രി ഈ കേസിന് സകല പിന്തുണയുമാണ് പോലീസിന് നൽകിയിട്ടുള്ളത്. എന്താണ് ഈ കേസിന്റെ പശ്ചാത്തലമെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ മകൾ വീണ T പ്രതിയായ CMRL എക്സാലോജിക് കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട കേസിലാണ് കഴിഞ്ഞ മെയ് 27-ന് ഇഡിയുടെ അതീവ രഹസ്യമായ മിന്നൽ പരിശോധന നടക്കുന്നത്. മകൾ പ്രതിയായ കേസിൽ പിതാവിനെ ലക്ഷ്യം വെക്കുന്നുവെന്ന് ആരോപിച്ച് രാവിലെ മുതൽ തന്നെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ തിരുവനന്തപുരം വസതിക്ക് പുറത്ത് CPM പ്രവർത്തകർ വലിയ രീതിയിൽ തടിച്ചുകൂടി അക്രമാസക്തമായി പ്രതിഷേധിക്കുകയായിരുന്നു. 8 മണിക്കൂറോളം നീണ്ട റെയ്ഡിന് ശേഷം ഇഡി ഉദ്യോഗസ്ഥർ കൃത്യമായ തെളിവുകളുമായി മടങ്ങാൻ ഒരുങ്ങുമ്പോഴായിരുന്നു CPM ക്രിമിനലുകൾ ഇവർക്ക് നേരെ അപ്രതീക്ഷിതമായ അക്രമം അഴിച്ചുവിട്ടത്. ആദ്യം മ്യൂസിയം പോലീസാണ് ഈ കേസ് അന്വേഷിച്ചിരുന്നതെങ്കിലും സംഭവത്തിന്റെ ഗൗരവവും അന്താരാഷ്ട്ര തലത്തിൽ കേരളത്തിനുണ്ടാക്കിയ നാണക്കേടും കണക്കിലെടുത്ത് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം കേസ് അന്വേഷണം ഉന്നത ഉദ്യോഗസ്ഥരടങ്ങിയ പ്രത്യേക അന്വേഷണ സംഘത്തിന് വിടുന്നത്. CBI അന്വേഷണം ആവശ്യമില്ലെന്ന സംസ്ഥാന സർക്കാരിന്റെയും ആഭ്യന്തര വകുപ്പിന്റെയും ശക്തമായ നിലപാട് ശരിവെച്ചാണ് ഇപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പൊതുതാൽപര്യ ഹർജി തള്ളിയിരിക്കുന്നത്. കേരള പോലീസിനെ അപകീർത്തിപ്പെടുത്താനാണ് ഹർജിക്കാരൻ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നതെന്നാണ് സർക്കാർ കോടതിയെ അറിയിച്ചത്. കാരണം ആഭ്യന്തരമന്ത്രിയുടെ കടുത്ത നിലപാടോടെ പോലീസിന് ഈ കേസിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇന്റലിജൻസ് വീഴ്ചയുണ്ടെന്ന ആരോപണം ശരിയല്ലെന്നും അന്വേഷണം അതീവ ശക്തമായ ദിശയിലാണ് മുന്നോട്ട് പോകുന്നതെന്നും DIGയെ നേരിട്ട് ഹൈക്കോടതിയെ അറിയിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് CBI അന്വേഷണം ആവശ്യമില്ലെന്ന് കോടതി പറയുന്നത്. ഇത് കേരള പോലീസിന്റെയും ആഭ്യന്തര വകുപ്പിന്റെയും മികച്ച അന്വേഷണത്തിനുള്ള സർട്ടിഫിക്കറ്റ് ആണ്. ചുരുക്കത്തിൽ രാഷ്ട്രീയത്തിന്റെ പേര് പറഞ്ഞ് നിയമം കയ്യിലെടുക്കുകയും കേന്ദ്ര അന്വേഷണ ഏജൻസികളെ കായികമായി നേരിടാൻ നോക്കുകയും ചെയ്യുന്ന CPM ഗുണ്ടാ സംസ്കാരത്തിന് ലഭിച്ച കനത്ത തിരിച്ചടി തന്നെയായിരുന്നു ഈ ഒരു കേസ്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെയും മുഖ്യമന്ത്രി VD സതീശന്റെയും നേതൃത്വത്തിലുള്ള പുതിയ UDF സർക്കാർ ഈ കേസിൽ ഇഡി ഉദ്യോഗസ്ഥർക്ക് പൂർണ്ണമായ നീതി ഉറപ്പാക്കുമെന്നും പ്രതികളായ മുഴുവൻ CPM അക്രമികളെയും നിയമത്തിന് മുന്നിൽ വിചാരണ ചെയ്ത് കനത്ത ശിക്ഷ വാങ്ങിക്കൊടുക്കുമെന്നും പ്രതീക്ഷിക്കുകയാണ് കേരളം.